അമേരിക്കയുടെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കി എന്നതല്ലാതെ പല രാജ്യങ്ങളും ചെയ്യുന്നത് പോലെ അമേരിക്കയെ വെല്ലുവിളിക്കാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. ഇതൊക്കെ ഒരു ആവേശത്തിന്റെ പുറത്ത് കാട്ടുന്നതാണെന്നും ഒടുവിൽ അമേരിക്ക വഴങ്ങുമെന്നും കൃത്യമായി ഇന്ത്യക്കറിയാം. ചൈനയുമായി അമേരിക്കയ്ക്ക് ദീർഘകാലം സൗഹൃദത്തിൽ പോകാൻ കഴിയില്ലെന്നും അടിസ്ഥാനപരമായി ഇന്ത്യ തന്നെയാണ് അമേരിക്കയുടെ സുഹൃത്ത് എന്ന് അമേരിക്കയ്ക്ക് അറിയാമെന്നും അതുകൊണ്ട് സമ്മർദ്ദത്തിന് വഴങ്ങാതെ പിടിച്ചു നിന്നാൽ ട്രംപ് താഴോട്ടിറങ്ങുമെന്നും ഇന്ത്യക്കറിയാം. ആ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് മോദി. ഇവിടെ അമേരിക്കയെ വെല്ലുവിളിക്കാതെ തന്നെ ബദൽ വഴികൾ സ്വീകരിക്കാൻ തിരക്കിട്ട ശ്രമം നടത്തി. അതിൽ ഏറ്റവും സുപ്രധാനമായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കാൻ തീരുമാനിച്ചു എന്നതാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നം എല്ലാവർക്കും അറിയാം. ഈ രണ്ട് രാജ്യങ്ങളെയും ശത്രു രാജ്യങ്ങളെ നിലനിർത്തിയാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പലപ്പോഴും മുതലെടുപ്പ് നടക്കുന്നത്. ഇന്ത്യയുടെ കരുത്തരായ ശത്രു ചൈനയാണ്. ചൈനയുടെ GDP ഇന്ത്യയേക്കാൾ 4 മടങ്ങ് കൂടുതലാണ്. മാത്രമല്ല ചൈന വലിയ കരുത്തുറ്റ രാജ്യമാണ്. അമേരിക്കയ്ക്ക് പോലും ബദലായി വളർന്നു വന്നിരിക്കുന്ന രാജ്യം. ഇന്ത്യയും ചൈനയും തമ്മിൽ ചില അതിർത്തി തർക്കങ്ങൾ ഉണ്ട് എന്നതൊഴിച്ചാൽ അടിസ്ഥാനപരമായി ശത്രുത ഉണ്ടാവേണ്ട കാര്യമില്ല. ഈ അതിർത്തി തർക്കം ഉള്ളതുകൊണ്ടാണ് ചൈന പലപ്പോഴും പാകിസ്ഥാനെ സഹായിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണവും തുടർന്നുണ്ടായ ഓപ്പറേഷൻ സിന്ദൂരും ചൈന നിലപാട് പ്രഖ്യാപിച്ചത് പാകിസ്ഥാൻ അനുകൂലമായാണ്. ഇന്ത്യയുടെയും ചൈനയുടെയും പട്ടാളക്കാർ ലഡാക്ക് അതിർത്തിയിൽ ഏറ്റുമുട്ടിയ സാഹചര്യം പോലും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിയെത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ SCO ഉച്ചകോടിയിൽ, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മോദി പോകും എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. 2018 മോദി അവസാനമായി ചൈന സന്ദർശിക്കുന്നത്.